ഡൽഹി സ്ഫോടനത്തിൽ ചാവേർ ഡോക്ടർ ഉമർ ഉൻ നബി ഇയാൾ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ. അതെന്തങ്ങനെ? ഇയാൾ ശ്രീനഗറിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ഒരു രോഗിയുടെ മരണത്തിന് ഇയാളാണ് കാരണം എന്ന് കണ്ടെത്തി ആ സർക്കാർ ആശുപത്രിയിൽ ഒരു 4 അംഗ സമിതി ഉണ്ടാക്കിയിട്ട് ആ സമിതി ഇയാളുടെ സേവനം അവസാനിപ്പിക്കുകയായിരുന്നു, ടെർമിനേറ്റ് ചെയ്യുകയായിരുന്നു ഇയാളെ ആശുപത്രിയിലെ ജോലിയിൽ നിന്ന്. അപ്പോൾ ഇത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഈ ഡോക്ടർ ഉമർ ഉൻ നബി ചാവേർ, ഡൽഹി സ്ഫോടനം നടത്തിയ ചാവേർ, അയാളുടെ ചിത്രങ്ങൾ ടി വിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ കശ്മീരിലെ റിട്ടയേർഡ് പ്രൊഫസർ ഗുലാം ജീലാനി ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് ജനറൽ മെഡിസിൻ വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു പ്രൊഫസർ ഗുലാം ജീലാനി, ഡോക്ടർ ഗുലാം ജീലാനി. അദ്ദേഹം ഇയാളുടെ ഈ ചിത്രം ടി വിയിൽ വരുന്നത് കണ്ടിട്ട് ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം ആ 4 അംഗ സമിതിയിലെ അംഗമായിരുന്നു ഇവനെ പുറത്താക്കാൻ പറഞ്ഞ. അപ്പോൾ അദ്ദേഹം കാരണം ഇയാളെ പലതവണ നേരിട്ട് കാണുകയും ഇടപെടുകയും ചെയ്തിട്ടുള്ളതാണല്ലോ ഈ ഉമർ നബിയും ആയിട്ട്. അപ്പോൾ ഉമറിൻ്റെ ഈ പണി, ആശുപത്രിയിലെ പണി നിർത്താൻ ശുപാർശ ചെയ്ത 4 പേരിൽ ഒരാളാണ് ജീലാനി. അനന്ത്നാഗിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു സംഭവം. അനന്ത്നാഗിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി 2023. അപ്പോൾ അവിടെ ഈ ഉമർ നബി അന്ന് സീനിയർ റെസിഡൻറ്റ് ആയിരുന്നു. 3 കൊല്ലത്തെ റെസിഡൻസി ആണ് എന്ന് പറഞ്ഞാൽ MD, ജനറൽ മെഡിസിൻ MD കഴിഞ്ഞ ശേഷം, MBBS-ഉം MD-യും കഴിഞ്ഞ ശേഷം അവിടുത്തെ തന്നെ കോളേജിൽ നിന്ന് MD പാസ്സായ ആളാണ്. അപ്പോൾ അനന്ത്നാഗിൽ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത് 3 വർഷ റെസിഡൻസിക്ക്. അവിടെ ഡോക്ടർ ജീലാനി ആയിരുന്നു ജനറൽ മെഡിസിനിൽ ഇവൻ്റെ ഡോക്ടർ ഉമർ നബിയുടെ സുപ്പീരിയർ, മേൽനോട്ടമൊക്കെ നടത്തുന്ന ഡോക്ടർ ജീലാനി ആയിരുന്നു. നബി പൊതുവെ മോശമായിരുന്നു എന്ന് ജീലാനി പറയുന്നുണ്ട്. പരാതികൾ ഇയാൾക്കെതിരെ കുമിഞ്ഞുകൂടി, ഈ ഉമർ നബിക്കെതിരെ. കൂട്ടത്തിലുള്ള ഡോക്ടർമാർ, പിന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ് അവിടുത്തെ, പിന്നെ രോഗികൾ ഒക്കെ പരാതിപ്പെടാൻ തുടങ്ങി സൂപ്രണ്ടിനോട്. ഇയാൾ വളരെ ധാർഷ്ട്യം, റൂഡ് അല്ലേ, ഒരു അപരിഷ്കൃതനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. ആളുകളോടൊക്കെ മോശമായിട്ട് പെരുമാറുന്നു. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല, ഈ ചികിത്സയിലൊന്നും ഒരു ശ്രദ്ധയില്ല. പലപ്പോഴും ആശുപത്രിയിൽ എത്തിയിരുന്നില്ല, ആബ്സെൻ്റ് ആയിരുന്നു. ഒരു രോഗിയെ, പല രോഗികളുടെ മേൽനോട്ടം ഇയാളെയാണല്ലോ ഏൽപ്പിച്ചിട്ടുണ്ടാവുക. അതെ, ജൂനിയർ ഡോക്ടർ ഉണ്ടാവും, ഇയാളും ഉണ്ടാവും. ഇയാൾ അവരെ ഒന്നും ശ്രദ്ധിക്കുന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇയാളുടെ സിസ്റ്ററിനിലോ, ചേട്ടൻ്റെ ഭാര്യ ഈ മുസമ്മില്ല, കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇയാൾ അന്തർമുഖനായിരുന്നു, മുറിയിൽ പലപ്പോഴും പൂട്ടിയിരിക്കും, പഠിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. മുസമ്മില്ല, സിസ്റ്ററിനിലോ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഭാര്യ, സഹോദര ഭാര്യ. അവർ പറഞ്ഞു അതിനൊക്കെ വിരുദ്ധ. ഇവനങ്ങനെ ഇൻട്രോവേർട്ടൊന്നും അല്ലല്ലോ, ഇവനവിടെ ഇല്ലല്ലോ, വേറെ സംഘങ്ങളുമായിട്ട് ചേർന്ന് പുറത്തു പോവുകയാണല്ലോ, ജിഹാദ് നടത്തണ്ടേ, അതിനു വേണ്ടിയുള്ള പുറത്തേക്കുള്ള പോക്കാണ്. അപ്പോൾ എന്തു പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ ചുമതലയേൽപ്പിച്ചിരുന്ന ഒരു രോഗി ഗുരുതരാവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ രോഗിയെ പരിചരിക്കാതെ, ഡ്യൂട്ടിയിൽ നിൽക്കാതെ ഇയാൾ അപ്രത്യക്ഷനായി. ഡോക്ടർ ഉമർ നബി അപ്രത്യക്ഷനായി. അപ്പോൾ ഈ ഗുരുതരാവസ്ഥയിലായി കഴിഞ്ഞപ്പോൾ, പെട്ടെന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ ശ്രമിച്ചു സുഖപ്പെടുത്താനും ചികിത്സിക്കാനും ഒക്കെ. പക്ഷെ രോഗി മരിച്ചുപോയി. അപ്പോൾ രോഗി മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പരിചരിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കുടുംബം ആശുപത്രി സൂപ്രണ്ടിന് പരാതി കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ്
സർക്കാർ ആശുപത്രിയാണല്ലോ, ഒതുക്കി തീർക്കാനൊന്നും പറ്റില്ല, സ്വകാര്യ ആശുപത്രി ഒന്നും അല്ലല്ലോ. അങ്ങനെ 4 അംഗ സമിതി രൂപീകരിച്ചു. ഈ ജിലാനിക്ക് പുറമെ ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ ആശുപത്രിയുടെ സൂപ്രണ്ട്, മുംതാസ് ഉദ്ദീൻ വാനി ഡോക്ടർ, ജനറൽ സർജറി പ്രൊഫസർ, പിന്നെ ഡോക്ടർ സഞ്ജീവ് സിംഗ് റിസാം അവിടുത്തെ ഡെന്റിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവി. ഇവരായിരുന്നു 4 പേര് ആ സമിതിയിലുണ്ടായിരുന്നവർ. അപ്പോൾ ഈ സമിതി പലപ്പോഴും ഇയാളെ സമ്മൺ ചെയ്തു, വിളിച്ചു വരുത്തി. സമിതിയുടെ മുമ്പിൽ ഹാജരായി വിശദീകരിക്കണമല്ലോ. ഇയാൾ സമിതിയുടെ മുമ്പിലും ഹാജരായില്ല. ഇയാളൊരു കടലാസ് അയച്ചു ഈ ആബ്സെൻ്റ് ആയിരുന്നു എന്നുള്ള വിവരമൊക്കെ നിഷേധിച്ചിട്ട്. ഇല്ല, ഞാൻ ആ രോഗിയെ പരിചരിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളൊരു നിലപാട് ഇയാൾ എടുത്തു. അപ്പോൾ ഈ സമിതി CCTV ഫുട്ടേജ് പരിശോധിച്ചു. CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ ഇയാൾ അപ്രത്യക്ഷനായിരുന്നു എന്ന് കണ്ടെത്തി. ഇയാൾ കള്ളം പറയുകയായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കള്ളമായിരുന്നു എന്ന് കണ്ടെത്തി. പലതവണ സമിതി വിളിച്ചിട്ടും വന്നില്ല. അങ്ങനെ സമിതി ഇയാളെ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ശുപാർശ ചെയ്തു, പുറത്താക്കി. അപ്പോൾ ഇതാണ് ഇയാളുടെ ഭൂതകാലം. അപ്പോൾ ഇങ്ങനത്തെ ഒരുത്തനാണ് ആശുപത്രിയിൽ ഡോക്ടറുടെ ജോലി അല്ല ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവൻ ഈ ആശുപത്രിയിൽ കൃത്യമായിട്ട് വന്ന് അവൻ്റെ ഓപ്പറേഷൻ കൃത്യമായിട്ട് നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവൻ്റെ ചേട്ടൻ്റെ ഭാര്യ മറ്റോ പറയുന്നുണ്ട്, ഇവൻ പഠിക്കാനായിട്ട് അവധി എടുക്കുന്നു, പരീക്ഷയ്ക്കായിട്ട് അവധി എടുത്ത് പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇവൻ ഉൾപ്പെടുന്ന ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ചില തന്ത്രങ്ങൾ നീക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? അതെന്താണെന്ന് വെച്ചാൽ ഈ ഇവൻ്റെ ചേട്ടൻ്റെ ഭാര്യ പറഞ്ഞ കുറേ കാര്യങ്ങളല്ലേ, അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാനും വായിച്ചിരുന്നു. അവർ പറയുന്നതുമായിട്ട് യോജിക്കുന്നതല്ല ഈ സമിതിയുടെ കണ്ടെത്തൽ. നമ്മൾ ഇയാളുടെ ചേട്ടൻ്റെ ഭാര്യ ഇയാളുടെ വശല്ലേ പറയുക, ഇവനെ രക്ഷിക്കാനും. ഇവൻ എന്നിട്ട് പൊങ്ങുന്നത് എവിടെയാണ്? മറ്റേ ഫരീദാബാദിലെ അൽഫല ആശുപത്രിയിലാണല്ലോ പൊങ്ങുന്നത്. ഈ അൽഫല ആശുപത്രിയെ പറ്റി നമുക്ക് വേറെ സംസാരിക്കാം. അപ്പോൾ ഈ അൽഫല ആശുപത്രി ഇന്നലെ ഞാൻ പറഞ്ഞാണ്, ഈ ഗാസയിലെ ചില ആശുപത്രികൾ ഹമാസ് അവരുടെ കവചമായിട്ട് ഉപയോഗിക്കുന്നത് പോലെ വളരെ സംശയാസ്പദമായ ഒരു സ്ഥലമാണ് ഈ അൽഫല ആശുപത്രി. ആ അൽഫല ആശുപത്രിയിലാണല്ലോ പിന്നെ ഇവൻ പൊങ്ങുന്നത്. അത് ജിഹാദികളുടെ ആശുപത്രിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഒരു കവചം ആണ് ആ ആശുപത്രി. ആ ആശുപത്രിയെ പറ്റി കൂടുതൽ നമുക്ക് ചർച്ച വേറെ ചെയ്യാം. ഇവൻ ഈ വാഹനം കൊണ്ട് ആശുപത്രിയിൽ ഇട്ടിട്ട് 9 ദിവസത്തോളം എടുത്തില്ല. അവസാനം ഈ പിടിക്കപ്പെടും, മറ്റേ സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് പാർക്ക് ചെയ്തത്. 9 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവൻ ഇതുമായിട്ട് പുറത്തു പോകുന്നത്. എന്നിട്ട് തന്നെ ഈ ചെങ്കോട്ടയ്ക്ക് സമീപം വാഹനം പാർക്ക് ചെയ്തവൻ 3 മണിക്കൂർ ആ വാഹനത്തിനുള്ളിൽ നിന്ന് ഇറങ്ങാതെ അതിനുള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ശരിക്കും ഒരു പേടിച്ച് ഭയന്നു പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പേടിച്ച് ഭയന്നു പോയി എന്നൊക്കെയുള്ള സംഗതി ഞാൻ ഇന്നലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. അതൊക്കെ പറയാൻ എളുപ്പമാണ്. അതായത് ഇവൻ്റെ സുഹൃത്തുക്കളൊക്കെ പിടിച്ചു, ഇവനെ ആയിരിക്കും ഇനി പിടിക്കാൻ പോകുന്നത്. ഇവന് സാധാരണഗതിയിൽ ചെയ്യാവുന്നത് ഈ ജിഹാദികളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരുപാട് മാർഗങ്ങളിലെ സഞ്ചി ഇല്ലേ? ഇവന് ബംഗ്ലാദേശിലേക്ക് പോവാം ഇല്ലേ? ഇവന്റെ ഹാൻഡ്ലേഴ്സ് പലയിടത്തും ഇല്ലേ? അവര് സഹായിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയാണല്ലോ ചെയ്യുക. ഇവൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ഫോടനം ഒന്ന് കാണണം നമ്മൾ ആ CCTV. ഒട്ടും മോശമല്ല. ഞാൻ ഡൽഹിയിലുള്ള എൻ്റെ മകനെ കാണിച്ചു കൊടുത്തു. മകൻ വന്നിട്ടുണ്ട്. മകൻ പറഞ്ഞു ഭയങ്കര തിരക്കാണല്ലോ അവിടെ. ഭയങ്കര തിരക്കുള്ള സമയത്താണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത്. നമുക്ക് ചുറ്റും കാണാം ആണല്ലേ. ആൾക്കൂട്ടത്തിൻ്റെ നടുക്കാണ് ഈ കാറിൻ്റെ സ്ഫോടനം നടക്കുന്നത്. ഇവൻ ആ 3 മണിക്കൂർ അവിടെ പാർക്ക് ചെയ്ത് അവൻ നിൽക്കുന്നത് ആ സ്ഥലം തിരഞ്ഞെടുത്തിട്ടാണ്. ഈ സ്ഥലം ഇയാള് പല മാസങ്ങളായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള വിവരമൊക്കെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2000 ഈ ഭാഗത്ത് സ്ഫോടനം നടന്നപ്പോൾ ചെങ്കോട്ട 2 കാവൽക്കാരെ വെടിവെച്ചിട്ട് അകത്തേക്ക് കടന്ന് സ്ഫോടനം നടത്തിയൊരു സംഭവം ഉണ്ടല്ലോ, ചാവേറ്. അന്ന് നമ്മുടെ ആർമി കോർ ഇല്ലേ, ആർമി താവളം ആക്രമണം എന്ന് പാകിസ്ഥാനിൽ പ്രചരിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലേ. അന്ന് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ളൊരു ചന്ത ആക്രമിച്ചത്. പക്ഷെ അവർ പ്രചരിപ്പിക്കുന്നത് പട്ടാളത്താവളത്തിൻ്റെ അടുത്താണല്ലോ ആക്രമണം നടത്തുന്നത്, സെൻസിറ്റീവായ ഏരിയയിലാണല്ലോ ഇത് ചെയ്യുന്നത്.
അത് ഇയാൾ ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ ഗുരുദ്വാരയുണ്ട്, അവിടെ ജൈനക്ഷേത്രമുണ്ട്, അവിടെ ഗൗരി ശങ്കർ ഹിന്ദു ക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾ വരുന്ന സമയത്താണെന്നേ. നമ്മൾ സന്ധ്യക്കല്ലേ ചങ്ങാതി പ്രാർത്ഥന അമ്പലത്തില്? അതെ അതെ, ഇത് സന്ധ്യക്കല്ലേ നടന്നിരിക്കുന്ന? എല്ലാ സമയമാണ്. ഈ 3 സ്ഥലത്തും ആളുകൾ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. അതിന് മുമ്പ് ഇവൻ 3 മണിക്കൂർ മുമ്പ് ഇവന് നടത്താമല്ലോ. ഇവൻ ഈ സ്ഥലത്തുണ്ടല്ലോ. അപ്പൊ അവൻ കാത്തിരുന്ന് വെയിറ്റ് ചെയ്തു. അയാള് തിരക്ക് വരാനായിട്ട് കാത്തു നിന്നു. പ്ലാന്റ് അല്ലേ, അതെ, ആസൂത്രണല്ലേ അത്. എന്തായാലും ചാവേറാകാൻ ഇറങ്ങി തിരിച്ചു. അപ്പൊ പിന്നെ പരമാവധി കാഷ്വാലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 13 പേര് കൊല്ലപ്പെട്ടു. ഇത് ലളിതമാണോ? അല്ല. അത് നന്നായിട്ട് കത്തുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്ഫോടകങ്ങളെ പറ്റിയൊക്കെ ഞാൻ വേറെ സംസാരിക്കാം. ഇന്നലെ ഞാൻ ഈ പറഞ്ഞിരുന്നു, ഇത് മിലിറ്ററി ഗ്രേഡ് വസ്തുവാണെന്നുള്ളത്. ടെററിസ്റ്റ് ഗ്രേഡ് എന്നും പറയും ഇവര് ചാവേറുകൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇവരിത് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. അമോണിയം നൈട്രേറ്റ് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുമോ ഇത്? ഇല്ല ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആകാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഒരാൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, ഈ ആത്മഹത്യ ചെയ്യുന്നു ഒരാൾ എന്ന് പറയുന്നത് ധീരതയാണെന്നൊരു തിയറി ഇല്ലേ? ഉണ്ട്. അത് ചെയ്യണമല്ലോ. മണ്ടത്തരമാണെന്ന് നമുക്ക് പറയാം, പേടിയാണെന്നും പറയാം. എന്തിനാ പേടി? ജീവിതത്തിന് പേടിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. പക്ഷെ ആ ആക്ട് അത് ധീരതയാണെന്ന് പറയാമല്ലോ. അതെ. മറ്റേ കെട്ടി തൂങ്ങുന്നതും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുന്നതും ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞ പോലെ ഒരു ചാവേറിൻ്റെ ധീരത എന്താണോ അത് ഇവനുണ്ട്. അതാണ് 3 മണിക്കൂർ അവിടെ കാത്തു നിന്നത്. അല്ലെങ്കിൽ 3:30 പുള്ളിക്ക് ഇത് ചെയ്യാമെന്നേ. അപ്പോൾ ഇത്രയും ആളുകൾ കൊല്ലപ്പെടില്ല അവിടെ. അങ്ങനെ അത് ചെയ്തിരിക്കുന്നത്. എന്തായാലും സംശയം. പിന്നെ ഈ കാറ് ഒക്ടോബർ 29 മേടിച്ചേ. അതെ, അത് ചാവേർ സ്ഫോടനത്തിനല്ലേ മേടിച്ചത്? അതുകൊണ്ടാണല്ലോ പല കൈമറിയുന്ന രീതിയിൽ. എൻ്റെ പേരിലല്ല അത്. അതെ. ഇന്നലെ ഞാൻ പറഞ്ഞു അത് മേടിച്ച ആളുടെ പേര്. അയാൾ പ്ലംബറാ. അപ്പം എത്ര പ്ലാന്റ് ആണല്ലേ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.